കപ്പപ്പൊടി. അപ്പൊ കപ്പപ്പൊടി കൊണ്ട് ഒരു പുട്ട് തയ്യാറാക്കുവോ ഞങ്ങള്. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണേ കപ്പപ്പൊടി കൊണ്ടുള്ള പുട്ട്. ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഇഷ്ടം പോലെ കപ്പ അരിഞ്ഞ് ഉണങ്ങിയിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇന്നാൾ ആ ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു, അന്നേരം നീയല്ലേ ഈ പാക്കറ്റ് ഇങ്ങനെ പൊടി മേടിച്ചോണ്ട് വന്നത്, അപ്പൊ നമുക്ക് അതുകൊണ്ടൊന്ന് തയ്യാറാക്കാം. ഈ കപ്പപ്പൊടി കൊണ്ടുള്ള പുട്ട് തയ്യാറാക്കുമ്പോ ഞാൻ കപ്പപ്പൊടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, സ്വല്പം അരിപ്പൊടിയും കൂടെ ചേർക്കണ്ട. ഇത് തേങ്ങാതെ അറിയാലോ, അത് നമുക്ക് തിരുമ്മ കാണിക്കാം. ദേ കണ്ടോ, ഈ സ്പൂണിന് ഒരു സ്പൂൺ വറുത്ത പുട്ടിന്റെ അരിപ്പൊടിയായത് കേട്ടോ, തരിങ്ങുള്ള അരിപ്പൊടി. അത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാകുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് എങ്ങനെയാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ കപ്പപ്പൊടി വളരെ നൈസായിട്ടുള്ളതാ. പുട്ടിനാകുമ്പോൾ ഇച്ചിരി തരിങ്ങും വേണമല്ലോ, അതുകൊണ്ട്. അപ്പം നമുക്കിനി ഇതിന് പുട്ടിനുള്ള കപ്പയുടെ പൊടി അങ്ങ് ചേർക്കാം. അതിനായിട്ട് ദേ ഞാൻ ഞങ്ങൾ സ്വല്പം സാമ്പിളേ ഉണ്ടാക്കണുള്ളൂ. അതിനായിട്ട് ദേ ഒരു ഗ്ലാസ്സിലേക്ക് പൊടി എടുത്തേച്ച് പൊടി കാണിക്കാം. ഇത്രയും ധാരാളം മതി, ഇത്ര എടുത്താൽ മതി അല്ലേ. ഇച്ചിരി കൂടെ കുറച്ചേ എടുക്കണോളൂ. ഇത് കണ്ടോ, പൊടി കണ്ടോ, ശരിക്കും നൈസായിട്ടുള്ളൊരു പൊടി. നല്ല സ്മെല്ലാ. ഒന്ന് മണത്ത് നോക്കിയാൽ നല്ല സ്മെല്ലാ കപ്പയുടെ, ശരിക്കും മണം. അതേ മണം, പ്യുവർ കപ്പയാണ്. അതെ. ഇത് നമുക്ക് നോക്കാം എന്തോരാന്ന്. 1 2 കൂടുതൽ വീണിട്ടുണ്ട് കേട്ടോ. അതാ ഇച്ചിരി ബാക്കി വെച്ചേക്കാം, നമുക്ക് സാമ്പിൾ ചെയ്യണമല്ലോ. ഇപ്പം എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഇച്ചിരി കൂടെ ഇട്ടേക്കാം ഏതായാലും. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം. ഇച്ചിരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും വെള്ളവും തേങ്ങയും എല്ലാം ചേർത്ത് അങ്ങ് തിരുമാം. ഇവിടെ വയ്ക്കാം. ഇതിനുള്ള ഉപ്പ് ആദ്യം അങ്ങ് ചേർക്കാം. പിന്നെ തേങ്ങ ഇടാം. തേങ്ങ ഇങ്ങനെ അളവില്ല കേട്ടോ, നമുക്ക് തേങ്ങ എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റ് വരും. അങ്ങ് പുട്ടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അതാ തേങ്ങ. ഇനി നമുക്ക് സ്വല്പം വെള്ളം തളിച്ചങ്ങ് നനച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒന്ന് ചുമ്മാ പൊടികളൊന്ന് ചേർത്തൊന്ന് മിക്സ് ആക്കണതാണ്. ഇനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇതിൽ കിട്ടണം, നല്ലതാണ്. നല്ല ഈ കപ്പയുടെ തന്നെ ഒറിജിനൽ മണം അല്ലേ, ശരിക്കും ആ മണം തന്നെ. അതിന്റെ അല്ലേ വരുവുള്ളൂ. അരിപ്പൊടിയാണെങ്കിൽ അരിയുടെ, ഗോതമ്പൊടിയാണെങ്കിൽ ഗോതമ്പിന്റെ അല്ലേ, അങ്ങനെ ഓരോന്നിന്റെ. നനവായില്ല കേട്ടോ, ഇച്ചിരി കൂടെ വെള്ളം വേണം, കട്ട കുത്താതെ ഇരിക്കും. ഭയങ്കര മണം. എനിക്കിതിങ്ങനെ നനയ്ക്കുമ്പോൾ ഇല്ലേ, പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ വീട്ടിലിങ്ങനെ ഈ പനമ്പേല ഈ കപ്പ വാട്ടിയേച്ച് ഉണങ്ങാനായിട്ട് ഇടുന്നത്, ആ ഓർമ്മ വരുവാ പെട്ടെന്ന്. ഈ വെളുപ്പിനിങ്ങനെ അരിഞ്ഞ് വാട്ടും, വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് വാട്ടിയെടുക്കും. എന്നിട്ടാണ് പനമ്പ് എടുത്തേച്ച് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും വെയിൽ ഉദിക്കുമല്ലോ രാവിലെ വേനൽക്കാലത്ത്. അന്നേരം ഈ കപ്പ ഇഷ്ടം പോലെ ഇങ്ങനെ നടുവില്ലേ, എന്നിട്ടിങ്ങനെ ഉണക്കാനായിട്ട് ഇടുന്നത്. ആ ഓർമ്മ വരുവാ ഈ മണം ഇങ്ങനെ മുഖത്തേക്ക് മൂക്കിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ആ മണം എനിക്ക് ഓർമ്മ വന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലേ, കപ്പയുടെ കാലത്ത് കപ്പ, ചക്കയുടെ കാലത്ത് ചക്ക അല്ലേ. ഇപ്പോഴല്ലേ എല്ലാവരും ഈ ഇൻസ്റ്റന്റ് ഫുഡുകളായത്. കപ്പയും ചക്കയും ഉപ്പ് ആർക്കും വേണ്ട. ഗ്രാമാന്തരീക്ഷത്തിലുള്ളവരൊക്കെയാണ് കൂടുതലും ഇത് കഴിക്കണം അല്ലേ. കുതിർന്ന് വരുന്നത് നനയ്ക്കേണ്ടത്. ഏതാണ്ടൊക്കെ നനവായിട്ടുണ്ട് കേട്ടോ. അത്രയും നമ്മൾ ചേർത്തോളൂ. പക്ഷെ കണ്ടോ, നനഞ്ഞു വന്നപ്പോൾ, കുതിർന്ന് വന്നപ്പോൾ. നമുക്കൊന്ന് മൂടിപ്പൊത്തി ഇച്ചിരി നേരം ഒന്ന് മൂടിപ്പൊത്തി ഇരിക്കട്ടെ. എന്നിട്ട് ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വെള്ളം തികക്കട്ടെ കേട്ടോ. അതെ, സാധാരണ നനയ്ക്കും പോലെ തന്നെ. പിന്നെ വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴിച്ച് നനച്ചെടുക്കണം. കൂടിപ്പോയാൽ പിന്നെയും പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം ബാക്കി വരും. വൈകിട്ടായത് കൊണ്ട് പിന്നെ ബാക്കി വന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ ചൂടാക്കി എടുക്കണം. അതൊക്കെ ഒരു സുഖമുള്ള കച്ചവടമല്ല. കാലത്താണെങ്കിൽ പിന്നെ വൈകുന്നേരം അങ്ങ് കഴിച്ച് തീർക്കാം. ഇതത് പറ്റൂലല്ലോ. അപ്പം നമുക്ക് ഗ്യാസ് എന്നാൽ ഓൺ ചെയ്ത് വെള്ളം തികത്താൻ വെക്കാം. വെള്ളം ചൂടായി കഴിഞ്ഞിട്ടല്ലേ പുട്ട് എടുത്ത് വേവിക്കാൻ വെക്കണത്. അപ്പം ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് വലിയ പുട്ടുകുറ്റിയാണല്ലോ. അല്ല, 2 എണ്ണത്തിലുണ്ട്. ആദ്യം ചെറ്റപ്പുട്ടിന് ചൂടണം, 2ലും ചെയ്യണ്ട. ഇത് ഞാൻ മാറ്റി വയ്ക്കാം. ആദ്യം ചെറ്റപ്പുട്ടിന് ചെയ്യാം. അതിൽ ഫുള്ളായിട്ട് എടുത്ത് വെച്ചേച്ച് പിന്നെ വെച്ചാൽ മതി ബാക്കിയുള്ള പൊടി. വലിയ വെള്ളറിട്ട് വെച്ച വേഗം ചൂടായി വന്നോളൂ അതല്ലേ.
സ്വല്പം തേങ്ങാപ്പീരി ഇട്ടു ടേസ്റ്റ് കിട്ടാനാട്ടോ മൂട്ടില. പണ്ട് നമ്മള് മൂടെന്ന് പറയണത് അലമാരിയുടെ അടി ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന ഞങ്ങളുടെ ഒരു തമാശ പറഞ്ഞതാ. ഞങ്ങളുടെ ഭിത്തിയിൽ ഒരു അലമാരി ഉണ്ടായിരുന്നു മരത്തിന്റെ. എന്നിട്ട് നീ ചിരിക്കണ്ട, നിന്റെ ബാല്യത്തിൽ ഞാൻ അതിൽ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ വയ്ക്കും. അപ്പം നിന്റെ കളിപ്പാട്ടമൊക്കെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ ഒരു മൂലയിലായിട്ടാണ് വെക്കുന്നത്. അപ്പം എപ്പോഴും പറയണത് നീ പറഞ്ഞ മൂടെന്നാ. അപ്പം ഞാൻ പറയും നിന്റെ സാധനം എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിന്റെ മൂട്ടിലുണ്ടെന്ന്. ആ അടിയിൽ ഇങ്ങനെ ഇട്ട് വെക്കൂലായിരുന്നോ തത്തമ്മ, ഇങ്ങനെ കാറ്, പന്ത്, അങ്ങനെയൊക്കെ പല സംഗതികളും കിട്ടുമ്പോൾ ഇത് ചുമ്മാ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതേ ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഈ പച്ചപ്പൊടി ഞാൻ കുറെ തിന്നു. നല്ല രസം. കഴിക്കാൻ വെക്കട്ടെ, ആവി തന്നെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് വേണേ. അവിടെ ഇരുന്ന് അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കും റെഡിയാക്കി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ തന്നെ തിന്നണം മട്ട. അതെ 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 അതെ. ഇത് ഞാൻ ഒരു പകുതി കഴിഞ്ഞാൽ ഇച്ചിരി തേങ്ങാപ്പേര് നടുക്കിടുക കേട്ടോ. ഞാൻ വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടി. ഇത് ഞങ്ങൾ മിക്കവാറും ഇത് പഴം കൂട്ടാൻ സാധ്യതയില്ല, ഇതായിട്ട് തന്നെ തിന്നാനാണ് സാധ്യത. കാരണം ഇത് നല്ലൊരു ടേസ്റ്റ്, പൊടി നനച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല രുചിയുണ്ട്. ഞാൻ പുട്ട് അങ്ങനെ സാധാരണ കഴിക്കാൻ മടിയാ, പക്ഷെ ഇത് നല്ല രുചിയുണ്ട്. പുട്ട് കഴിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ നീ പുട്ട് കഴിക്കണത് അരിപ്പുട്ടിന്റെ കൂടെ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഉണ്ടെങ്കിൽ കഴിക്കും. അങ്ങനെയാണ് പതിവ് അല്ലേ? ഇത്രേ ഉള്ളൂ. തീരെ അങ്ങ് ഇട്ടേക്കാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടി വയ്ക്കുവാണല്ലേ. അതിൽ ആവി വന്നു, ഇത് മാറ്റാമോ? ഇത്രേ ഉള്ളൂ അല്ലേ? വേഗം പെട്ടെന്ന് ഇത് ഉണക്കി പൊടിക്കണമല്ലേ. ഫ്ലെയിം കുറയ്ക്കട്ടെ, എന്നിട്ട് ഇനി എടുക്കുക കേട്ടോ. ഇത് ഇരിക്കട്ടെ, എന്നിട്ട് മറ്റൊരടുപ്പത്തേക്ക് വയ്ക്കും. ഇനി അതും വേവട്ടെ. അപ്പം നമുക്ക് പുട്ട ഡിഷിലേക്കൊന്ന് കുത്തി മാറ്റാം. അതെ, വരട്ടെ. അടിപൊളി ആവി പറക്കണ ടപ്പിയോക്ക പുട്ട്. കുഞ്ഞിതല്ലേ? കുഞ്ഞി പുട്ട. അതെന്നാന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് എടുത്തോളൂ. ഇനി ആ ചിരട്ടപ്പുട്ടും കൂടെ ഇനി എടുക്കട്ടെ കേട്ടോ. കണയിൽ ഇരിക്കുവാണ്, എടുത്തോണ്ട് വരാം. അടുത്തതും കൂടെ നമുക്ക് റെഡിയാക്കാം. ഹായ്, സൂപ്പർ. അപ്പൊ ശരിക്കും വൈറ്റ് കളർ തന്നെ അല്ലേ? കപ്പയുടെ കളറും വൈറ്റ് ഇതാണല്ലോ, ഒരു വൈറ്റ് പോലെയായിരുന്നു. അപ്പൊ അരിപ്പൊടിയും കൂടെ ചേർന്നപ്പോ പ്യുവർ വൈറ്റ് ആയി. ഞങ്ങൾ ഇന്നിപ്പോ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇതിന് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് റോബസ്റ്റ പച്ചപ്പഴം ഇരിപ്പുണ്ട്, ആ പഴം കൂട്ടി കഴിക്കാന്ന് കരുതി. ഞാൻ പറഞ്ഞില്ലേ, കറി ഉണ്ടാക്കിയത് കഴിക്കേണ്ട. ഉരുളക്കിഴങ്ങ് കറിയോ പീസ് കറിയോ കടലക്കറിയോ പയറായാലും വേണ്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് കുറെ വർക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ പള്ളിപ്പെരുന്നാളും പരിപാടിയൊക്കെ ആയിരുന്നില്ലേ, അത് കാരണം ഒരു മടി പിടിച്ചു. അപ്പൊ പഴം കൂട്ടി അങ്ങ് കഴിക്കാന്ന് തീരുമാനിച്ചു. സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഈസി ആയിട്ട് കപ്പപ്പൊടി വാങ്ങിക്കാൻ കിട്ടൂല. നമ്മുടെ കപ്പ വാട്ടി ഉണക്കി ഒന്നും പൊടിച്ചെടുക്കണ്ടല്ലോ പണ്ടത്തെ കാലഘട്ടം പോലെ. അപ്പൊ പൊടി വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒരു വെറൈറ്റി പുട്ടെന്ന് മാത്രം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടോ. തണുത്ത് പോയാൽ പിന്നെ അത് ശരിയാവൂല. അപ്പൊ ആവി പറക്കണ ചൂടോടുകൂടി കഴിക്കാം. നമ്മളിവിടെ വേറെ സംഭവം ചെയ്യാൻ പോവാ. എന്താ അപ്പൊ ചെയ്യാൻ പോണേ? അതിനെന്തിനാ ഇത് കെട്ടണേ? അതിനകത്തേക്ക് പറിച്ചിടാനാ? കുരുമുളക് ചെടി. ഇതാണ് നമ്മുടെ കുരുമുളക്, നിറയെ നിപ്പുണ്ട്. കണ്ടോ? അവിടെയൊക്കെ നിപ്പുണ്ട്. മുകളിലേക്കുള്ളതൊക്കെ പറിക്കണ്ടേ ഇനി? താഴെയൊക്കെ കുറേ ഉണ്ട്. പണ്ട് ഞാനാ കുരുമുളക് പറിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അപ്പം പിന്നെ പറിക്കാൻ മാത്രമൊന്നും ഇല്ല, ഇങ്ങനെ 1-2 ചെടിയൊക്കെ ഉള്ളൂ.
മുകളിലേക്കൊക്കെ കുറെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അതെ അവിടെയൊക്കെ ഉണ്ട്, കാണാൻ പറ്റാറില്ല. അവിടെയൊക്കെ നിപ്പുണ്ട് കണ്ടോ? ഇതിൻ്റെ ഇടയിലൊക്കെ നിപ്പുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഓ, അത് നമുക്കുണ്ടോ? മുളകിന് നല്ല തൂക്കമാണ്, പക്ഷെ തിരിയിൽ എണ്ണം കുറവായിരിക്കും. പന്നിയൂരില് തിരിയിൽ എണ്ണം കൂടുതലുണ്ടാവും, പക്ഷെ തൂക്കം തീരെ കുറവാണ്. ഇതിപ്പോ നമ്മുടെ ഏതാ ബ്രീഡ്? ഇത് കരിമുണ്ട. കരിമുണ്ട എന്ന് പറയുന്നത് പ്യൂർ നാടനാണ്. മറ്റത് പന്നിയൂര് കുറച്ചുകൂടെ ബ്രീഡഡാ. കുരുമുളക് പറിച്ചു കഴിഞ്ഞപ്പോൾ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതേ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയല്ലോ. ഇതിനി ഉണക്കിയിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുക ചെയ്യണത്. കണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുരുമുളക് ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രസം. ഒരു മണിക്കൂർ നേരത്തെ പറിച്ച കുരുമുളക്. അതെ, ഇനിയുണ്ട് ഒരുപാട് പറിക്കാൻ. ഇനി പിന്നെ ഇപ്പൊ സന്ധ്യയായി. ഇത് നമ്മൾ ഉണക്കാൻ വെക്കല്ലേ? അതെ, നാളെ നേരം വെളുത്തിട്ട്. ഒന്നാന്തരം കുരുമുളകാണ്. ഈ കുരുമുളകിന്റെ പേരാണ് കരിമുണ്ട. കരിമുണ്ട. പ്യൂർ നാടനാണ്. രോഗപ്രതിരോധ ശേഷിയും തൂക്കവും ഉള്ളതാണ്. പന്നിയൂരിനെ വെച്ച് നോക്കുമ്പോൾ തൂക്കം വളരെ കൂടുതലാണ്.